ഈ അധ്യായത്തിൽ നമുക്ക് ഇപ്പോൾ കാണുന്ന ഈ എഫക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാം. അതിനായി നമുക്ക് ഈ ഡോക്യുമെന്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഫയൽ മെനുവിൽ നിന്നും 800x600 സൈസിൽ ഒരു ന്യൂ ഡോക്യുമെന്റ് സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇതിന്റെ കളർ മോഡ് RGB ആയിരിക്കണം. ഇനി നമുക്ക് ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് ഇവിടെ ഇതുപോലെ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ടൈപ്പ് ചെയ്ത ഈ ലെയറിനെ കൂടുതൽ എഡിറ്റ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ലെയറിനെ റാസ്റ്ററൈസ് ചെയ്യാം. ഇനി കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത് ലെയറിന്റെ ഈ ഭാഗത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തതിൽ ഇതുപോലൊരു സെലക്ഷൻ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഫോർഗ്രൗണ്ട് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും ഇതുപോലെ സെറ്റ് ചെയ്തതിനു ശേഷം ഫിൽട്ടർ മെനുവിൽ നിന്നും ക്ലൗഡ്സ് എന്ന ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യുക. ഇനി അടുത്തതായി ഈ ലെയറിൽ ഫിൽട്ടർ മെനുവിൽ തന്നെയുള്ള ഗ്ലാസ് എന്ന ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യാം. ഇവിടെ ഇതിൻ്റെ ഡിസ്റ്റോർഷൻ മാക്സിമമായും സ്മൂത്ത്നെസ് ഏറ്റവും മിനിമമായും ക്രമീകരിക്കുക. ഇതിന് താഴെയായി ഇവിടെ ടെക്സ്ചർ എന്ന ഈ ഓപ്ഷനിൽ ടൈനി ലെൻസ് എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ ഇതിൻ്റെ സ്കെയിലിംഗ് ഇതുപോലെ കുറച്ചുകൂടി കൂട്ടുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ആ എഫക്റ്റ് ഈ ലെയറിൽ അപ്ലൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബ്ലെൻഡിങ് ഓപ്ഷൻസിൽ നിന്നും സ്ട്രോക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഇതിൻ്റെ സൈസ് കുറച്ചുകൂടി കൂട്ടി ഇതുപോലെ 10 അതിലധികമോ ആക്കുക. ഇവിടെ ഇതിൻ്റെ പൊസിഷൻ നമുക്ക് സെൻറ്റർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഫിൽ ടൈപ്പായി ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ഈ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യാം. ഇനി നമുക്കിവിടെ ബെവൽ ആൻഡ് എംബോസ് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ സ്റ്റൈലിൽ നിന്നും സ്ട്രോക്ക് എംബോസ് എന്നത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഇതിൻ്റെ ഡെപ്തായി നമുക്ക് നമ്മൾ സ്ട്രോക്കിൻ്റെ സൈസ് അപ്ലൈ ചെയ്ത 10 തന്നെ അപ്ലൈ ചെയ്യാം. ഇവിടെ ഗ്ലോസ് കൗണ്ടർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ നിന്നും ഇഷ്ടമുള്ള ഒരു ബെവൽ ടൈപ്പ് സെലക്ട് ചെയ്യാം. നമുക്ക് റിംഗ് എന്ന ഈ ബെവൽ ടൈപ്പ് സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള എഫക്റ്റ് ലഭിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൽ കുറച്ചുകൂടി എഫക്റ്റുകൾ അപ്ലൈ ചെയ്യാം. ലെയർ സ്റ്റൈലുകൾ അപ്ലൈ ചെയ്ത ഈ ലെയറിന് കൂടുതൽ എഫക്റ്റുകൾ നൽകുന്നതിനായി നമുക്കിവിടെ ഒരു ലെയർ കൂടി ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ലെയർ സ്റ്റൈൽ അപ്ലൈ ചെയ്ത ലെയറുമായി ഈ ലെയറിനെ മെർജ് ചെയ്യാം. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന ഈ മെനുവിൽ നിന്നും ഹ്യൂ സാച്ചുറേഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ഹ്യൂ സാച്ചുറേഷൻ എന്നിവ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ ലെയറിൽ ഒരു ഗോൾഡൻ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇതുപോലെ ഹ്യൂ സാച്ചുറേഷൻ എന്നിവ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ലെയറിലൊരു ഗോൾഡൻ എഫക്റ്റ് ഉണ്ടാക്കാം. ഇതുപോലെ ഒരു ഗോൾഡൻ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ ഒരു ഗ്രേഡിയന്റ് ഫിൽ ചെയ്യാം. നമുക്കിവിടെ നിന്നും ഒരു ഗ്രേഡിയന്റ് സെലക്ട് ചെയ്ത് ഈ ഗ്രേഡിയന്റിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി
ഈ ലെയറിൽ അപ്ലൈ ചെയ്യാം. ഇനി ബ്രഷ് ടൂൾ സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഓപ്ഷൻസിൽ നിന്നും നമുക്ക് അസോർട്ടഡ് ബ്രഷസ് എന്ന ഈ ബ്രഷ് ടൈപ്പുകളെ സെലക്ട് ചെയ്യാം. ഇവിടെ നിന്നും നമുക്ക് ഈ ബ്രഷ് ടൈപ്പിനെ സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കിയതിനു ശേഷം നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നതിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഇതിൽ ഒരു ഗ്ലോ എഫക്റ്റ് ഉണ്ടാക്കുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മുടെ വർക്ക് പൂർത്തിയായി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് ഫോട്ടോഷോപ്പിൽ ടെക്സ്റ്റുകൾക്കും മറ്റും എഫക്റ്റുകൾ അപ്ലൈ ചെയ്യുവാൻ സാധിക്കും.